14.2 എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ടർ റിങ്സ്. നമ്മുടെ തിയറത്തിലേക്ക് പോവാം. ലെറ്റ് ക്യാപിറ്റൽ ആർ ബി എ റിംഗ് ആൻഡ് ലെറ്റ് ക്യാപിറ്റൽ എ ബി എ സബ് റിംഗ് ഓഫ് ആർ. ദ സെറ്റ് ഓഫ് കോസെറ്റ്സ് ആർ പ്ലസ് എ സച്ച് ദാറ്റ് ആർ ബിലോങ്സ് ടു ആർ ഈസ് എ റിംഗ് അണ്ടർ ദി ഓപ്പറേഷൻസ് എസ് പ്ലസ് എ പ്ലസ് ടി പ്ലസ് എ ഈക്വൽ ടു എസ് പ്ലസ് ടി പ്ലസ് എ ആൻഡ് എസ് പ്ലസ് എ ഇൻറ്റു ടി പ്ലസ് എ ഈക്വൽ ടു എസ് ടി പ്ലസ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് ആൻ ഐഡിയൽ ഓഫ് ആർ. ഓക്കെ, ആർ എന്ന് പറയുന്ന ഒരു റിങ്, എ എന്ന് പറയുന്നത് ഒരു സബ് റിങ് ആണ് ആറിൻ്റെ. എന്നിട്ട് നമ്മൾ സെറ്റ് ഓഫ് കോസെറ്റ്സ് എടുക്കണം. ആർ പ്ലസ് എ സച്ച് ദാറ്റ് ആർ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർ ബൈ എ എന്ന് പറയുന്ന സെറ്റാണ് എടുക്കുന്നത്. അത് ഒരു റിങ് ആർ ബൈ എ ഒരു റിങ് ഫോം ചെയ്യും. അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേഷൻസ് അഡിഷനും മൾട്ടിപ്ലിക്കേഷനും വേണമല്ലോ. എസ് പ്ലസ് എ പ്ലസ് ടി പ്ലസ് എ ഇസിക്കൽ ടു എസ് പ്ലസ് ടി പ്ലസ് എ ആൻഡ് എസ് പ്ലസ് എ ഇൻറ്റു ടി പ്ലസ് എ ഇസിക്കൽ ടു എസ് ടി പ്ലസ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യാപിറ്റൽ എ ഈസ് ആൻ ഐഡിയൽ ഓഫ് ആർ. അപ്പം ഇത് ഒരു കണ്ടീഷനുണ്ട്. നമ്മുടെ ആർ ബൈ എ എന്ന് പറയുന്ന റിങ് ആവണമെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ഐഡിയലായാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ പ്രൂഫിലേക്ക് പോവാം. വി നോ ദാറ്റ് ദ സെറ്റ് ഓഫ് കോസെറ്റ്സ് ഫോംസ് എ ഗ്രൂപ്പ് അണ്ടർ അഡിഷൻ. അപ്പോൾ ഈ കോസെറ്റ്സിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ്, അഡിഷനിൽ അതൊരു ഗ്രൂപ്പ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് അതൊരു റിങ് ആയിരിക്കണമെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ റിങ്ങിൻ്റെ ആദ്യത്തെ കണ്ടീഷൻസിൽ ആദ്യം പഠിക്കുന്നത് എന്താ, പറഞ്ഞിരിക്കുന്ന സെറ്റ് ഒരു അബീലിയൻ ഗ്രൂപ്പ് ഫോം ചെയ്യണമെന്നല്ലേ. അപ്പം അത് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഇന്നൊക്കെ മൾട്ടിപ്ലിക്കേഷൻ്റെ എന്താണ് പ്രോപ്പർട്ടീസാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പം വൺസ് വി നോ ദാറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഇൻഡീഡ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ദി കോസെറ്റ്സ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ബൈനറി ആണോ എന്നും അറിയത്തില്ല. അപ്പോൾ അത് ബൈനറി ആകണം. ഇറ്റ് ഈസ് ട്രിവിയൽ ടു ചെക്ക് ദ മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് ആൻഡ് ദാറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡിഷൻ. ഹെൻസ് ദ പ്രൂഫ് ബോയിൽസ് ഡൗൺ ടു ഷോയിങ് ദാറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് വെൽ ഡിഫൈൻഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈസ് ആൻ ഐഡിയൽ ഓഫ് ആർ. അപ്പോൾ ഇതിനകത്തില്ല മൾട്ടിപ്ലിക്കേഷൻ ബൈനറി ആണ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും, അതായത് കോസെറ്റുകളുടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയൊക്കെ ട്രിവിയലാണ്. ജസ്റ്റ് എഴുതി വെച്ചാൽ മതി, അത് നമുക്ക് അതേപോലെ കിട്ടും. പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. അത് ട്രിവിയലായിട്ട് കിട്ടുന്ന ഒരു കേസാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് മാത്രമാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് റിങ് കൂടെ ആയി കഴിഞ്ഞു. ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈസ് ആൻ ഐഡിയൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് വെൽ ഡിഫൈൻഡ്. ഇതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ലെറ്റ് സപ്പോസ് ദാറ്റ് ക്യാപിറ്റൽ ഈസ് ആൻ ഐഡിയൽ ആൻഡ് ലെറ്റ് എസ് പ്ലസ് എ ഈസ് ഈക്വൽ ടു എസ് ഡാഷ് പ്ലസ് എ ആൻഡ് ടി പ്ലസ് എ ഈസ് ഈക്വൽ ടു ടി ഡാഷ് പ്ലസ് എ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വെൽ ഡിഫൈൻഡ് പ്രൂവ് ചെയ്യുന്നത്? എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആവണ്ടേ. അപ്പോൾ അതേപോലെയാണ് ഇവിടെ ചെയ്യേണ്ടത്. എസ് പ്ലസ് എ ഈക്വൽ ടു എസ് ഡാഷ് പ്ലസ് എയും ടി പ്ലസ് എ ഈക്വൽ ടു ടി ഡാഷ് പ്ലസ് എയും ആണ്. അപ്പോൾ നമുക്ക് എസ് ടി പ്ലസ് എ, അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് റെപ്രസെൻറ്റേറ്റീവ്സ് എടുക്കുകയാണ്. എസ് പ്ലസ് എ എസ് ഡാഷ് പ്ലസ് എ രണ്ട് സെയിം ആണ്. വേറെ വേറെ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത് സെയിം കൊസെറ്റാണെന്ന് കാണിക്കുക. എന്നാലേ അത് കൊസെറ്റുകളുടെ മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആവുള്ളൂ. അതാണ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളതാണ്. എസ് പ്ലസ് എയും ടി പ്ലസ് എയുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആണ് എസ് ടി പ്ലസ് എ കിട്ടും. അതേപോലെ എസ് ഡാഷ് പ്ലസ് എയും ടി ഡാഷ് പ്ലസ് എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളതാണ് എസ് ഡാഷ് ഇൻറ്റു ടി ഡാഷ് പ്ലസ് എ. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കണം. വെൽ, ബൈ ഡെഫിനിഷൻ എസ് ഇസ് ഈക്വൽ ടു എസ് ഡാഷ് പ്ലസ് എ. അതെങ്ങനെയാണ്? എസ് എന്ന് പറയുന്ന ആൾ എസ് പ്ലസ് ക്യാപിറ്റലേക്കകത്ത് ഉറപ്പായിട്ടും വരും. കാരണം ക്യാപിറ്റലേക്കകത്തിൽ സീറോ എന്ന് പറയുന്ന ഒരു നമ്പർ സീറോ എലമെൻറ്റ് ഉറപ്പായിട്ടും ഉണ്ട്. അപ്പം എസ് പ്ലസ് ക്യാപിറ്റലയിലുള്ള എലമെൻറ്റ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? എസ് എ പ്ലസ് ക്യാപിറ്റലയിലെ എലമെൻറ്റ്സിൻ്റെ ഓരോന്നിൻ്റെയും കൂടെ എസ് കൂട്ടുക, അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ക്യാപിറ്റലേക്കകത്ത് സീറോ ഉണ്ടെങ്കിൽ ഈ എസ് പ്ലസ് സീറോ എന്ന് പറയുന്ന എലമെൻറ്റ് ഉറപ്പായിട്ടും ഈ എസ് പ്ലസ് ക്യാപിറ്റലേക്കകത്തിലുണ്ടല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ് എവിടെ വരും? എസ് പ്ലസ് ക്യാപിറ്റലേക്കകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്മോളസ് എവിടെ വരുന്നുണ്ട്? എസ് പ്ലസ് ക്യാപിറ്റലേക്കകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്മോളസ് എവിടെയും വരും? എസ് ഡാഷ് പ്ലസ് ക്യാപിറ്റലേക്കകത്തും വരുന്നുണ്ട്. കാരണം അത് രണ്ട് ഈക്വലാണ്. അപ്പോൾ എസ് ഡാഷ് പ്ലസ് ക്യാപിറ്റലിൽ ഒരു എലമെൻറ്റിൻ്റെ ഫോം എന്താണ്? എസ് ഡാഷ് എ പ്ലസ് സ്മോൾ എ. ഈ സ്മോൾ എ എവിടെ ഉള്ളതാണ്? ക്യാപിറ്റലിലുള്ളത്. അതേപോലെ തന്നെ ടി എന്ന് പറയുന്നത് എവിടെ വരുന്നുണ്ട്?
ടി എന്ന് പറയുന്നത് നമുക്ക് ടി പ്ലസ് ക്യാപിറ്റലിലേക്കകത്ത് വരുന്ന ആളാണ്. കാരണം ടി പ്ലസ് 0 എന്ന് പറയുന്നത് എന്താണ്? ടി ആണ്. ടി പ്ലസ് 0 എവിടെ ഉണ്ട്? ടി പ്ലസ് ക്യാപിറ്റലിലേക്കകത്തിലുണ്ട്. അപ്പോൾ ഇനി ടി പ്ലസ് ക്യാപിറ്റൽ ടി ഡാഷ് പ്ലസ് ക്യാപിറ്റൽ എയിനോട് ഈക്വലാണ്. അപ്പം ടി എന്ന് പറയുന്നത് എവിടെയും വരും, ടി ഡാഷ് പ്ലസ് ക്യാപിറ്റൽ എയിലും വരുമല്ലോ. ഇനി ടി ഡാഷ് പ്ലസ് ക്യാപിറ്റൽ എയിൽ വരുന്ന പോലെ എലമെൻറ്റിൻ്റെ ഫോം എന്താ? ടി ഡാഷ് പ്ലസ് ബി, വേർ എ ആൻഡ് ബി ബിലോങ് ടു ക്യാപിറ്റൽ എ. ദെൻ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എസ് ഇൻറ്റു ടി കണ്ടുപിടിക്കുകയാണ്. മൾട്ടിപ്ലൈ ചെയ്യുന്നു, മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ഇനി എസ് ടി പ്ലസ് എ ഈക്വൽ ടു എസ് ഡാഷ് ടി ഡാഷ് പ്ലസ് ബാക്കി എല്ലാം അറേഞ്ച് ചെയ്ത് എഴുതുന്നു, ഈക്വൽ ടു ബാക്കിയുള്ളതിന് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റലെ ഐഡിയൽ ആയതുകൊണ്ട് ഈ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഐഡിയലിൻ്റെ പ്രത്യേകത എന്താ? ആ ക്യാപിറ്റലിലേക്കകത്തിലെ ഒരു എലമെൻറ്റും പിന്നെ പുറത്തുള്ള റിങ്ങിനകത്തിലെ ഒരു എലമെൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെൻറ്റ്സ് എല്ലാം ഇവിടെ വരും, ക്യാപിറ്റൽ എയിൽ വരും. അതേപോലെ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് സബ് റിങ്ങാണ്, അത് ഗ്രൂപ്പും ഒക്കെയാണ്. അത് മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആയതുകൊണ്ട് അതിൽ രണ്ട് എലമെൻറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഇവിടെ വരും, ക്യാപിറ്റൽ എയിൽ വരും. അങ്ങനെ ബാക്കിയുള്ള അത്രയും നമ്പർ ഇതേപോലെ ഈ പറഞ്ഞ പ്രോപ്പർട്ടി വെച്ചിട്ട് എ ടി ഡാഷും എസ് ഡാഷ് ബിയും എ ബിയും എല്ലാം ഇവിടെ വരും, എയ്ക്കകത്തോട്ട് തന്നെ പോകും. എ ഐഡിയൽ ആയതുകൊണ്ടാണ്. സിൻസ് എ അബ്സോർബ്സ് എ ടി ഡാഷ് പ്ലസ് എസ് ഡാഷ് ബി പ്ലസ് എ ബി, ദസ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് വെൽ ഡിഫൈൻഡ് വെൻ എ ഈസ് ആൻ ഐഡിയൽ. ഓക്കെ, അപ്പം അത് മനസ്സിലായല്ലോ. അങ്ങനെയാണത് വെൽ ഡിഫൈൻഡ് ആകുന്നത്. അപ്പം നമുക്ക് എന്താവുമെന്ന് കിട്ടും. ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ട്രിവിയലാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു റിംഗ് ആണ്. നോക്കിക്കേ, ഓൺ ദി അതർ ഹാൻഡ് സപ്പോസ് ക്യാപിറ്റൽ ഈസ് എ സബ് റിംഗ് ഓഫ് ആർ ദാറ്റ് ഈസ് നോട്ട് ആൻ ഐഡിയൽ ഓഫ് ആർ, ദെൻ ദർ എക്സിസ് എലമെൻറ്റ്സ് എ ബിലോങ്സ് ടു എ ആൻഡ് ആർ ബിലോങ്സ് ടു ആർ. അപ്പം ഇനി എ എന്ന് പറയുന്നത് ഒരു സബ് റിംഗ് ആണ്, അതൊരു ഐഡിയൽ അല്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിംഗ് ഫോം ചെയ്യത്തില്ലെന്ന് പറയാൻ പോവുക. അപ്പം ഇത് ഐഡിയൽ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്ത രീതിയിൽ എന്തോ അവിടെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഉണ്ടാവും. എ ബിലോങ്സ് ടു എ, ആർ ബിലോങ്സ് ടു ആർ. പക്ഷേ പ്രോഡക്റ്റ് എ ആർ എവിടെ വരത്തില്ല, എയിൽ വരത്തില്ല. ഓർ ആർ എവിടെ വരത്തില്ല, എയിൽ വരത്തില്ല. അപ്പം ഫോർ കൺവീനിയൻസ് നമ്മൾ എടുക്കുന്നു എ ആർ എയിൽ വരത്തില്ല എന്ന് എടുക്കുന്നു. കൺസിഡർ ദി എലമെൻറ്റ്സ് എ പ്ലസ് എ ഈക്വൽ ടു 0 പ്ലസ് എ ആൻഡ് ആർ പ്ലസ് എ. ഓക്കെ, അപ്പോൾ എ ആർ നമ്മൾ ഇതിനകത്ത് വരുന്നില്ല എന്ന് എടുക്കുന്നു. ഇനി എ പ്ലസ് എ ഈക്വൽ ടു 0 പ്ലസ് എ, എ പ്ലസ് എ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 പ്ലസ് എ ആണല്ലോ. കാരണം എ എന്ന് പറയുന്നത് എവിടെ നിന്ന് എടുക്കുന്നതാണ്? ക്യാപിറ്റൽ എയിൽ നിന്ന് എടുത്തത്. അപ്പോൾ എ പ്ലസ് എ എന്ത് തന്നെ? എ തന്നെയാണ്. 0 പ്ലസ് എയും എന്ത് തന്നെ? എ തന്നെയാണ്. അതിന് നമ്മൾ ആർ പ്ലസ് എയും എടുക്കുന്നു, രണ്ടും കൂടെ പ്രോഡക്റ്റ് എടുക്കുന്നു. എ പ്ലസ് എ ഇൻറ്റു ആർ പ്ലസ് എ ചെയ്ത് കഴിയുമ്പോൾ എ ആർ പ്ലസ് എ കിട്ടും. ബട്ട് 0 പ്ലസ് എ ഇൻറ്റു ആർ പ്ലസ് എ എന്താ കിട്ടുന്നത്? 0 ഇൻറ്റു ആർ പ്ലസ് എ ഈക്വൽ ടു എ എന്ന് കിട്ടും. അപ്പം ആദ്യം നമുക്ക് കിട്ടിയത് എ ആർ പ്ലസ് എ, രണ്ടാമത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത് എയും ആണ്. പക്ഷേ എ ആർ പ്ലസ് എ എയിൽ നോട്ട് ഈക്വൽ ടു എ, കാരണം എ ആർ ഇവിടെ വരത്തില്ല, എയിൽ വരത്തില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ആർ പ്ലസ് എ ഒരിക്കലും എന്താവത്തില്ല? എ ആവത്തില്ല. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ് ആൻഡ് ദ സെറ്റ് ഓഫ് കോസറ്റ്സ് ഈസ് നോട്ട് എ റിംഗ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല? വെൽ ഡിഫൈൻഡ് അല്ല, അതുകൊണ്ട് സെറ്റ് ഓഫ് കോസറ്റ്സ് എന്താവത്തില്ല? റിംഗ് ആവത്തില്ല. ഓക്കെ.